എന്നാ ഞാൻ ഹരിതയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അവളെ വിളിച്ചാലുണ്ടല്ലോ കൊട്ടത്തേക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. നീ നിന്റെ പാട് നോക്കി പോടാ. ഇനി എന്ത് ചെയ്യും? മോളെ നീ വർഷയൊന്ന് വിളിച്ചേ. വർഷയെ വിളിക്കണ്ട അച്ഛമ്മേ. ഈ വീട്ടിലെ ഒരു പെണ്ണ് സ്റ്റേഷനില, അടുത്ത പെണ്ണെയും കൂടി സ്റ്റേഷനിൽ കേറ്റണ്ട. അവളുടെ ഭാവി അത് ദോഷകരമായിട്ട് ബാധിക്കും. അത് നീ പറഞ്ഞത് ശരിയാ. കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുന്നത് വരെ ഒന്നും അവളെ അറിയിക്കണ്ടല്ലേ. വിവാഹം കഴിക്കാത്തവളാ വന്ദന. അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയ ചോദ്യം ചെയ്യൽ ഏത് വിധമാകുമെന്ന് പറയാൻ പറ്റില്ല. എന്റെ ദൈവമേ, എനിക്കിപ്പോ വിനുവിന്റെ കാര്യം ഓർത്തിട്ടാ പേടി. അവനാ സ്റ്റേഷനിൽ കിടന്ന് എന്തൊക്കെ ദുരിതങ്ങൾ ഒപ്പിക്കുമോ എന്തോ. എന്താണോ? ഇതേതോ നാക്കുമൂക്കും ഇല്ലാത്ത പുതിയ അവതാരം. എന്താണോ പ്രശ്നം? ഓഹോ, നിനക്ക് മാധവൻ നായരെയും ചന്ദ്രികയും കാണണോ അല്ലേ? ദേ അവിടെ കിടക്കുന്നു. എടാ, മിണ്ടിപ്പോരുത്. ഇതേ നിന്റെ അമ്മായിയുടെ വീടൊന്നുമല്ല, പോലീസ് സ്റ്റേഷനാ. മാറാ. വേണ്ട സാറേ, തല്ലല്ലേ. സംസാരിക്കാനും കേൾക്കാനും പറ്റാത്തയാളാ. ഇവനൊക്കെ ഇവിടെ എന്താ കാര്യം? ഇവനെ പിടിച്ച് അകത്തിട്. വേണ്ട സാർ, ആ പാവത്തിന് വെറുതെ വിട്ടേക്ക്. ഇവിടെ കിടന്ന് കുണുങ്ങിയ നിന്നെയും പിടിച്ച് ലോക്കപ്പിലിടും, മനസ്സിലായോ? അനിലേ സർ, ഇയാളെ കൂടെ എടുത്ത് ലോക്കപ്പിലിടുക. ശരി സർ. വേണ്ടി വന്നാൽ തെളിയാതെ കിടക്കുന്ന കേസുകളെല്ലാം എടുത്ത് ഇവന്റെ തലയിലിടാം. വാങ്ങിച്ച പൈസയോടുള്ള നിയമം നടപ്പിലാക്കി കഴിഞ്ഞു സർ. നിങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ കുട്ടി അവരുടെ കൂടെ വിടുകയും ചെയ്തു. ഇനിയെങ്കിലും അച്ഛനും അമ്മയെ പാവത്തിനെ ഒന്ന് തുറന്നു വിട്ടൂടെ? പക്ഷെ ഇനി ഒരിക്കലും രാഖിയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കില്ലെന്നും ദിയ എന്ന കുട്ടിയുടെ മേൽ വന്ദനയ്ക്ക് ഒരു അവകാശവും ഇല്ലെന്നും എഴുതി ഒപ്പിട്ട് തരണം. ഒപ്പിടാ സർ. ഒപ്പിടിക്ക്. വാ. ഇതിലെഴുത. ദാ ഇവിടെ. സൈനും കൂടെ ചെയ്യണേ. ആ, സാറിൻ്റെ കൊടുത്തേ. സർ, അവരെ ഒന്ന് തുറന്നു വിടണം പ്ലീസ്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. ഞാൻ വരുന്നവരെ ഇവരോട് കിടക്കട്ടെ. സാർ. സർ,
എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കൊണ്ടൊന്ന് ജാമ്യം എടുക്കണം. ഇല്ലെങ്കിൽ ഇയാൾ ചതിക്കും. പോലീസിലെ ക്രിമിനലാ ഇയാൾ, സൂക്ഷിക്കണം. എനിക്ക് വക്കീലന്മാരെയൊന്നും പരിചയമില്ല സർ. എങ്കിൽ പോയി ജാമ്യം നിൽക്കാൻ ഒരാളെ കൊണ്ടുപോവാ. കുട്ടി പോയിക്കോ, എസ്ഐയോട് ഞാൻ പറഞ്ഞോളാം. മോളെ, ആ പോലീസുകാരൻ പറഞ്ഞതുപോലെ ചെയ്യും. പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോ. അതെ മോളെ, മനോജിനോടും പ്രകാശിനോടും കാര്യം പറഞ്ഞ അവരെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തും. മോള് പെട്ടെന്ന് ചെല്ല്. സർ, എന്ന് ഞാൻ പോയിട്ട് അതിനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ശരി മോളെ. സാരമില്ലടാ. വർഷേ, ഇന്നലെ VIP ആഡംബര കാറിലുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, നീ ഇവിടുന്ന് പോയത് നന്നായി. തീരെ മനസ്സുണ്ടായിട്ടല്ല ഞാൻ അയാളുടെ വണ്ടിയിൽ പോയത്. എന്റെ വീട് ഏതാണെന്ന് അയാൾ മനസ്സിലാക്കാതിരിക്കാൻ വീടിന്റെ കുറച്ചപ്പുറത്ത് തന്നെ ഞാൻ കാറിൽ നിന്നിറങ്ങി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ അയാൾ എന്റെ വീട്ടിൽ വന്നു, എന്നെ പെണ്ണ് ചോദിക്കാൻ. പെണ്ണാലോചിക്കാനോ? അതെ, എനിക്ക് ലിഫ്റ്റ് തന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അതായിരുന്നു. നീ തമാശകളെ. പിന്നെ അയാൾ നിന്നെ ഒന്ന് പെണ്ണാലോചിക്കാൻ പോവല്ലേ? തമാശ അല്ല ശ്യാമേ, അയാൾ ശരിക്കും സീരിയസ് ആണെന്നാ തോന്നുന്നേ. അനാഥനാണെന്നും അധ്വാനിച്ചാണ് ഈ കമ്പനി കോടികളുടെ ആസ്തി ഉണ്ടാക്കിയെന്നും അയാൾ വീട്ടിൽ പറഞ്ഞു. കോടീശ്വരനായ അയാൾക്ക് ബന്ധുബലം വേണം, ഒപ്പം ഭാര്യയായി ഞാനും വേണം. അതായിരുന്നു ഡിമാൻഡ്. എന്നിട്ട് വീട്ടുകാരെന്ത് പറഞ്ഞു? അയാളുടെ വിനയവും പണക്കാരന്റെ സ്റ്റൈലും ഒക്കെ കണ്ടപ്പോ അച്ഛനും അമ്മയ്ക്കും അയാളെ പിടിച്ച മട്ടാ. ആലോചിച്ച് മറുപടി പറയാന്ന് അവര് പറഞ്ഞു. അയാളത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ നിന്റെ സ്റ്റാൻഡ് എന്താ, അത് പറ. പണത്തിന്റെ പത്രാസ് കാണിച്ച് നടക്കുന്ന ഒരാളാണ് വിക്രം. എനിക്ക് അയാളെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ശരിക്കും ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നത് വരെ വിവാഹത്തിന് സമ്മതിക്കരുതെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് തുടങ്ങാറായി. ശ്യാം വരുന്നില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. വർഷ വയ്ക്കോ? കോടീശ്വരന്റെ ആലോചനയാണ് വന്നിരിക്കുന്നത്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുന്ന അവസ്ഥ വരൂ. എന്താടാ നിന്റെ പെണ്ണിന് സമ്മാനം കിട്ടിയതിന്റെ ഹാങ് ഓവർ ഒക്കെ അതിനു മുമ്പ് വിട്ടോ? ക്ലാസ്സിൽ പോകുന്നില്ലേ? വെറുതെ ക്ലാസ്സിൽ പോയിട്ട് എന്താ കാര്യം? വർഷ കൈവിട്ട് പോകുന്ന ലക്ഷണമാണ്. വർഷ കൈവിട്ട് പോകുന്നോ? അതിന് എന്താണ് സംഭവിച്ചേ? വർഷ വിക്രമിന്റെ കാറിൽ കയറി പോയ കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞതല്ലേ? അത്രേ ഉള്ളോ? വിക്രം പോയി പെണ്ണ ആലോചിച്ചല്ലേ ഉള്ളൂ, വിവാഹത്തിന് സമ്മതം ഉറപ്പിച്ചിട്ടില്ലല്ലോ. അളിയ, പന്ത് ഇപ്പോഴും നിന്റെ കോർട്ടിലാ. വർഷയോടുള്ള പ്രണയം തുറന്നു പറഞ്ഞ് നിന്റെ ലൈൻ ക്ലിയർ ആക്കടാ. എടാ, വർഷയ്ക്ക് നിന്നോട് പ്രേമം ഉള്ളതായി ഇതുവരെ തോന്നിയിട്ടില്ല. അവക്ക് നിന്നോട് ഒരു വീരാരാധനയുണ്ട്. അളിയ, നീ നിന്റെ പ്രേമം തുറന്നു പറഞ്ഞ അവളുടെ വീരാരാധന പ്രണയമാകും. പ്രണയം വിവാഹത്തിലും എത്തും. അതെ, വിക്രം ഒരിക്കലും നിനക്ക് പകരക്കാരനാവില്ല. നീ നിന്റെ ഇഷ്ടം അവളോട് പറയാൻ വൈകരുത്. ശരി, നാളെ തന്നെ പറഞ്ഞിരിക്കും.
ആരാടാ? അമ്മയാ. ആ, നീ ഫോൺ എടുക്ക്. വേണ്ട, എനിക്കിപ്പോ ആരോടും സംസാരിക്കാനുള്ള ഒരു മൂഡില്ല. വർഷയ്ക്ക് ഒരു ആലോചന എന്നു കേട്ടതേ ഉള്ളൂ. അളിയന്റെ ഫുൾ വോൾട്ടേജ് പോയി. അളിയ, എത്രയും പെട്ടെന്ന് പ്രേമ അവളെ അറിയിച്ച് വോൾട്ടേജ് വരുത്താൻ നോക്ക്. പക്ഷേ ഒരു വഴിയും തെളിയുന്നില്ലേ? ഒരു വഴിയുണ്ട്. എന്റെ കൂട്ടുകാരൻ ശ്യാമനെ വിളിക്കാം. അവന്റെ അച്ഛൻ നാട്ടിലെ ഒരു പ്രമാണിയാ. ഒരുപാട് വ്യക്തിബന്ധങ്ങളും സ്വാധീനങ്ങളും ഉള്ള ആളാ. ശ്യാമിനെ വിളിച്ചാ അവൻ അച്ഛനോട് വിവരം പറയും. അദ്ദേഹം വേണ്ടത് ചെയ്യും. ശ്യാമിനെ കിട്ടുന്നില്ലല്ലോ. ഇവിടത്തെ കൊടുങ്കാറ്റൊക്കെ അടങ്ങിയോ? കൊള്ളാടാ, കൊള്ളാം. വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോ മൂത്ത സന്തതി ഇങ്ങനെ തന്നെ ചെയ്യണം. സ്വന്തം അച്ഛനും അമ്മയും കൂടപ്പുറപ്പുകളും ഒക്കെ സ്റ്റേഷനിൽ തന്നെ കഴിയട്ടെ എന്നാണോ? മനുഷ്യത്വത്തിന്റെ കണികയെങ്കിലും വേണ്ടടാ. നീ ചത്രികയുടെ വയറ്റിൽ പറത്തത് തന്നെയാണോ? എന്റെ മോൻ തന്നെയാണോ നിന്റെ അച്ഛൻ? അച്ഛമ്മയുടെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ എരണം കെട്ട കൊച്ചിനെയും കൊണ്ട് വന്ദന ഇവിടെ വന്ന് കയറിയപ്പോ ഈ ചോദ്യം എന്തുകൊണ്ട് അച്ഛമ്മ വന്ദനയോട് ചോദിച്ചില്ല? അച്ഛമ്മ അന്ന് ആ കൊച്ചിനെ ഓടിച്ചിരുന്നെങ്കിലേ ഇന്ന് ഈ ഗതി ഉണ്ടാവുമായിരുന്നോ? അച്ഛമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും വർഷയ്ക്കൊന്നും മറുപടിയില്ലേ? ഉണ്ടാവില്ല. കല്യാണം കഴിയാത്തൊരു പെണ്ണിന്റെ ഒക്കത്ത് സ്വന്തം മോളെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞ് ഒട്ടിപ്പിടിച്ചിരുന്നാല് അത് ഒരു കാലത്തും ശരിയാവില്ല. ആ തിരിച്ചറിവ് വർഷയ്ക്കും സുചിത്രയ്ക്കും ഇല്ല. പോട്ടെ, അനുഭവസമ്പന്നയായ അച്ചമ്മയ്ക്കെങ്കിലും ഉണ്ടായോ? പറയൂ. ചേട്ടൻ പറഞ്ഞതല്ല ശരിയാ. ഇങ്ങനൊക്കെ സംഭവിച്ചു പോയില്ലേ? പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നത് സ്വന്തം അച്ഛനും അമ്മയും സഹോദരിയുമാ. അവരെന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ മറന്ന് അവരെ രക്ഷിക്കേണ്ട ചുമതല ചേട്ടനില്ലേ? നമുക്കൊരു മോനുണ്ടെന്നുള്ളൊരു ഓർമ്മ വേണം. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ എല്ലാം ഫലം അവനും കൂടി അനുഭവിക്കേണ്ടത്. അത് ഒഴിവാക്കാനെങ്കിലും ദൈവത്തിന് നിരക്കുന്ന ഒരു നല്ല കാര്യങ്ങളും ചെയ്യും. ഉപദേശമൊക്കെ കൊള്ളാം, പക്ഷെ സുചിത്രേ, പ്രശ്നമുണ്ടാക്കി വെച്ചവർക്കാണ് അത് സോൾവ് ചെയ്യാനുള്ള ബാധ്യതയുമുള്ളത്. വന്ദനയുടെ തോന്നിവാസത്തിന് അച്ഛനും അമ്മയും കൂട്ടുനിന്നപ്പോ അവര് 3 പേരുമാണ് പ്രശ്നക്കാര്. തലയൂരാനുള്ള മാർഗം അവര് തന്നെ കണ്ടെത്തട്ടെ. ഞാനിപ്പോ ആരെയും ജാമ്യത്തിൽ ഇറക്കാനുള്ള അവസ്ഥയിലൊന്നുമല്ല. ജാമ്യം കിട്ടിയോ? എന്നിട്ട് മറ്റുള്ളവരൊക്കെ എവിടെ? ഓ, മനസ്സിലായി. വന്ദനയ്ക്ക് കിട്ടിയത് കരഞ്ഞോണ്ട് ഓടി വരുന്ന ജാമ്യം. അച്ഛനും അമ്മയ്ക്കും കിട്ടിയത് പതുക്കെ നടന്ന് വരുന്ന ജാമ്യം അല്ലേ? അച്ഛനും അമ്മയും വിനുവായിട്ടനും ഒക്കെ എവിടെ? ദിയമോള് പോയി.
ദീമോള് പോയെന്നോ? എവിടെ പോയി? ആ ഇൻസ്പെക്ടർ ദീമോളെ ബലമായി പിടിച്ചെടുത്ത് രാഖിയെ ഏൽപ്പിച്ചു. അങ്ങനെ പുകഞ്ഞ കൊള്ളി പുറത്തായി, ആശ്വാസമായി. അച്ഛനും അമ്മയും ബിനുവേട്ടനൊക്കെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുക. ആൾ ജാമ്യത്തിൽ ഇറക്കണമെന്ന് പോലീസ് പറഞ്ഞു. ഉടനെ പോണം. ചേട്ടൻ ഉടനെ പോയി അവര് ജാമ്യത്തിൽ ഇറക്കണം. എങ്ങനെ അവരുടെ മുമ്പിൽ മുഖം രക്ഷിക്കുക? ഇനി ഒരു പക്ഷെ അച്ഛനെ വിളിച്ച് കിട്ടിയാലും അച്ഛൻ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛനെ വിളിച്ചോ? ഉടനെ വേണ്ടത് ചെയ്യാന്ന് അച്ഛൻ സമ്മതിച്ചിരിക്കുക. ആ കുറുപ്പിന് നല്ല ബുദ്ധി തോന്നണേ. നിങ്ങളെ ജാമ്യത്തിലിറക്കാൻ ഇതുവരെ ആരും വന്നില്ലേ? മാധവൻ നായർക്ക് ആൺമക്കളും സഹോദരങ്ങളും ഒന്നും ഇല്ലേ? ആ, ആൺമക്കള് 2 പേരുണ്ട് സർ. അവര് ഞങ്ങളെ ലോക്കപ്പിലാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ ഫോൺ നമ്പർ ഇങ്ങനെ എടുക്ക്, ഞാൻ വിളിച്ചു പറയാം. വേണ്ട സർ, മോള് പറഞ്ഞ് അവരിപ്പോ അറിഞ്ഞിട്ടുണ്ടാവും. അവര് ഉടനെ തന്നെ ഇങ്ങ് എത്തും. ഓ, അവരൊക്കെ എപ്പോഴേ അറിഞ്ഞു കാണും. ജാമ്യത്തിലിറക്കാൻ വന്നാലുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ച് ഓർത്തിരിക്കും പ്രകാശ്. മനോജിന് അല്പം മനസാക്ഷിയൊക്കെ ഉണ്ട്. പക്ഷെ ഹരിത വിലക്കിയാൽ പിന്നൊരടി അവൻ ചലിക്കില്ല. ഒരു പ്രായം കഴിഞ്ഞ പിന്നെ തന്തയും തള്ളയൊന്നും ആർക്കും വേണ്ട. അങ്ങനെയൊന്നും പറയല്ലേ മാധവേട്ട. നമ്മുടെ കൂടെ തന്നെ ഒരു മോനുണ്ടല്ലോ. നമ്മളെ സഹായിക്കാൻ വന്ന് പോലീസുകാരുടെ തല്ലും കൊണ്ട് അവൻ ലോക്കപ്പിലുമായി. ഈ ലോക്കപ്പിലും നമുക്ക് തുണയും ആശ്വാസമായി ഈ മിണ്ടാപ്രാണിയായ ഇവനെ കാണൂ. ചന്ദ്രികെ, ഇവനെ കാണൂ. ഇവൻ കൊള്ളി വച്ചാലേ അതുകൊണ്ട് മാധവേട്ട